നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കഴിഞ്ഞ ദിവസം സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. നോർത്തിൽ എ ഫിലിംസ് ആണ് എംപുരാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതായത് അനിൽ തദാനിയാണ് ഈ എ ഫിലിംസിന്റെ ഉടമസ്ഥൻ. എ ഫിലിംസ് എന്താണ്? അനിൽ തദാനി ആരാണ്? ഈ ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഗൂഗിളിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ അനിൽ തദാനിയെ പറ്റി ഒന്ന് അറിഞ്ഞാൽ, ഇവിടെ ഉള്ളവർക്ക് പലർക്കും അനിൽ തദാനി ആരാണ്, എന്താണ് എ ഫിലിംസ്, എന്താണ് തുടങ്ങി നിരവധി സംശയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ നോർത്തിൽ അനിൽ തദാനിയുടെ ലോകമാണ് സിനിമ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. യാഷ്രാജ് ഫിലിംസ് എങ്ങനെയാണോ ബോളിവുഡ് ഭരിക്കുന്നത്, അതുപോലെ തന്നെയാണ് അനിൽ തദാനി എന്ന് നമ്മൾ പറയേണ്ടി വരും. എംപുരാൻ പോലൊരു ചിത്രം അനിൽ തദാനി നോർത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എംപുരാൻ ഉണ്ടാവുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? സലാറ്, KGF, പുഷ്പ ഈ സിനിമകളെല്ലാം തന്നെ നോർത്തിൽ കൊണ്ടുപോയി അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പണം വാരുകയും ചെയ്ത ഒരു സിനിമ കമ്പനി കൂടിയാണ് അനിൽ തദാനിയുടെ എ ഫിലിംസ്. ഈ അനിൽ തദാനി എന്ന് പറയുന്നത് ഈ നോർത്തിലുള്ള എല്ലാ തിയേറ്ററുകളും അടക്കി ഭരിക്കുന്ന ഒരു അണ്ടർവേൾഡ് ഡോണാണ്, കിങ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. കാരണം അനിൽ തദാനി ഒരു വാക്ക് പറയുകയാണെങ്കിൽ അവിടെ തിയേറ്ററുകാർ അത് ചാർട്ട് ചെയ്തിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എംപുരാനിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം സ്ക്രീനുകളാണ് എന്ന് പറയേണ്ടി വരും. ഈ അവസാന നിമിഷം നടത്തുന്ന ഈ ഹറിബറി ഡ്രാഫ്റ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ സിനിമയെ ബാധിക്കുമോ എന്നുള്ളതൊക്കെ അറിയേണ്ടതുണ്ട്. കാരണം നോർത്തിൽ നമുക്കറിയാം ഒരു മലയാള സിനിമയാണ്, ഒരു പാൻ ഗ്ലോബൽ സബ്ജക്റ്റ് സംസാരിക്കുന്ന ഒരു സിനിമയാണെങ്കിൽ പോലും ഒരു പാൻ ഇന്ത്യൻ റീച്ചിലേക്ക് ഈ സിനിമ മാറണമെന്ന് അത്യധികം ആഗ്രഹിച്ചുകൊണ്ട് പ്രൊഡ്യൂസ് ചെയ്ത സിനിമയും കൂടിയാണ് എംപുരാൻ. പക്ഷേ നോർത്തിൽ അതിൻ്റെ ഹോൾഡിങ്സ് ഒരു മാസം മുൻപൊക്കെ തന്നെ വന്നിരുന്നെങ്കിൽ അവിടെ ആളുകൾക്ക് ചർച്ച ചെയ്യാമായിരുന്നു, അവിടെ തയ്യാറെടുക്കാമായിരുന്നു തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. കാരണം ബോളിവുഡിൽ പ്രത്യേകിച്ച് അവിടെ ഹിന്ദി സിനിമകൾ പോലും വാഴാതെ നിൽക്കുന്ന ഒരു സമയവും കൂടിയാണ് നിലവിലുള്ളത്. ചാവ എന്ന വിക്കി കൗശൽ സിനിമ മാത്രമാണ് ഭേദപ്പെട്ടൊരു കളക്ഷൻ, അതായത് ഒരു ബ്രഹ്മാണ്ഡ കളക്ഷൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം, ആ രീതിയിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷേ അടുത്തിറങ്ങിയ സമീപകാലത്തിലുള്ള ബോളിവുഡ് ചിത്രങ്ങളെല്ലാം തന്നെ അവിടെ തകർന്നടിയുന്ന കാഴ്ചയാണുള്ളത്. അവിടേക്കാണ് എംപുരാനെ എ ഫിലിംസ് കൊണ്ടുപോകുന്നത്. എംപുരാൻ സുരക്ഷിതമായ കൈകളിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അനിൽ തദാനി എന്ന് പറയുന്ന ഭീകരമായ സിനിമ കോർപ്പറേറ്റ് അവിടേക്ക് സിനിമ കൊണ്ടുപോകുമ്പോഴേക്കും എംപുരാൻ ഉണ്ടാകുന്ന ഒരു വാസ്റ്റ് ഓപ്പണിംഗ് ഉണ്ട്. അത് തന്നെ പ്രതീക്ഷിക്കാം. 3000-ഓളം സ്ക്രീനുകൾ ചിലപ്പോൾ നോർത്തിൽ മാത്രമായി എംപുരാനെ നേടിയെടുക്കാനും ഈ എ ഫിലിംസിലൂടെ സാധിക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു വലിയ ഓപ്പണിംഗ് തന്നെയാണ് ലഭിക്കുന്നത്. ഇന്ന് പൃഥ്വിരാജ് വിട്ട പോസ്റ്ററിൽ ആന്ധ്ര തെലങ്കാനയിൽ ദിൽരാജുവും SVC ഫിലിംസും ചേർന്നാണ് ഈ സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അടുത്ത ക്ലാരിഫിക്കേഷൻ. അതായത് ആന്ധ്രയും തെലങ്കാനയും ദിൽരാജുവിൻ്റെയും കോട്ടയാണ്. ആ കോട്ട ദിൽരാജു തന്നെ എംപുരാനെ കൊണ്ടുപോകുമ്പോഴേക്കും മാക്സിമം സ്ക്രീനുകൾ അതിലും പ്രതീക്ഷിക്കാം. അതായത് അതാത് സ്ഥലങ്ങളിലെ അതാത് ഭീകരന്മാരെ തന്നെയാണ് പൃഥ്വി കളത്തിലിറക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ഇനി കേരളത്തിലെ ചാർട്ടിങ്ങിലേക്ക് വരുമ്പോഴേക്കും എത്ര തിയേറ്ററുകളാണ് എന്ന് പോലും മനസ്സിലാക്കുന്നില്ല. പലയിടത്തും പ്രധാനപ്പെട്ട സെൻറ്ററുകളിൽ ഫാൻ ഷോസ് എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ എത്ര തിയേറ്ററുകൾ? 6 മണിക്ക് ആദ്യ ഷോ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പോലും എത്ര സെൻറ്ററുകൾ, എത്രമാത്രം റെക്കോർഡുകൾ ഈ ബുക്കിംഗ് സെൻറ്ററുകളിൽ തീർക്കാൻ എംപുരാൻ സാധിക്കുമെന്നുള്ളതും കൂടി അറിയേണ്ടതുണ്ട്. ഓരോ സംസ്ഥാനങ്ങളിലായിട്ടും വേർതിരിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിൽ കാര്യങ്ങൾ. തമിഴ്നാട്ടിൽ ഇപ്പോഴും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണെന്ന് വ്യക്തമല്ല. ആന്ധ്ര തെലങ്കാനയും നോർത്തും ഇതുവരെ സുരക്ഷിതമായ കൈകളിലാണെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ നമുക്ക് കൃത്യമായി പറയണമെങ്കിൽ അനിൽ തദാനിയെ പോലൊരു ഡിസ്ട്രിബ്യൂട്ടർ എംപുരാനെ നോർത്ത് ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന സാധ്യതകളെ പറ്റിയാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പോൾ അവിടുത്തെ മെട്രോ നഗരം, ഇപ്പോൾ മുംബൈയും ഡൽഹിയും പോലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ എംപുരാന് ഓരോ സിംഗിൾ സ്ക്രീനുകൾ ഉൾപ്പെടെ സുരക്ഷിതമായ കൈകളിലേക്ക് എത്തിക്കാം. മാത്രമല്ല അവിടെ മോളുകൾ ഉൾപ്പെടെയുള്ള സെൻറ്ററുകളിൽ അവിടെ ഒരു 10 സ്ക്രീൻ 8 സ്ക്രീനുകളൊക്കെ ഉള്ള മോളുകളിലെല്ലാം തന്നെ അതിനൊരു 3/4 എംപുരാനെ നേടിയെടുക്കാനും ഈ എ ഫിലിംസിലൂടെ സാധിക്കുകയും ചെയ്യും. അങ്ങനെ കൃത്യമായി ഓരോ സ്ക്രീനുകളും ഡെലിവർ ചെയ്യാൻ പോലും ഗ്രാമങ്ങളിൽ, അവിടെ റൂറൽ ഏരിയകളിൽ പോലുമുള്ള സിംഗിൾ തിയേറ്ററിൽ പോലും എ ഫിലിംസിന് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാധീനവും കൂടി കണക്കിലെടുത്തുകൊണ്ട് നോർത്തിൽ 3000-ഓളം സ്ക്രീനുകൾ പോലും എംപുരാന് വാരിക്കൂട്ടാനുള്ളൊരു സാധ്യതയും കൂടി കണക്കിലെടുക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആകെ ഒരു പ്രതിസന്ധിയായി മാറുന്നത് ഈ പ്രൊമോഷൻ ഇല്ലായ്മയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസം മുൻപ് തന്നെ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് അണിയറ പ്രവർത്തകർ ഇറങ്ങിയിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇതിന്നും മാറിയേനെ എന്നുള്ളത് ആദ്യമേ പറയട്ടെ. കാരണം അവിടെയുള്ളവർക്ക് എംപുരാൻ നമുക്കത്രയും പോലൊരു വികാരമായിട്ടൊരു സിനിമയായിട്ടല്ല മാറുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടും ഹോളിവുഡിലും ബോളിവുഡിലും ഒക്കെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു മലയാളം സിനിമ തന്നെയാണ് എന്നുള്ളതാണ് ആത്യന്തികമായി ഇതിൽ പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ബോളിവുഡിൽ അത്രയധികം പ്രൊമോഷൻസും റീച്ചും കാര്യങ്ങളും ഒക്കെ പോയേ പറ്റുള്ളൂ. അതിന് ഇനി സമയമില്ല എന്നുള്ളതാണ്. കാരണം 27-ാം തീയതി തന്നെ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഏറ്റവും ഒടുവിൽ നിർമ്മാണത്തിലേക്ക് പങ്കാളികളായ ശ്രീ ഗോകുലം മൂവീസും സംവിധായകനായ പൃഥ്വിരാജ് സുകുമാരും അറിയിച്ചു കഴിഞ്ഞു. ഇനി 10 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിൽ കേരള പ്രൊമോഷൻസ് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ കേരളത്തിൽ ഇനി അവരിറങ്ങി ഇൻ്റർവ്യൂ കൊടുത്ത് പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല.
കാരണം അത്രയധികം റീച്ചും ഹൈപ്പും ഇതിനോടകം തന്നെ എമ്പുരാനുണ്ട്. പക്ഷേ ആ ഒരു പ്രൊമോഷനിലേക്ക് കാര്യങ്ങൾ എന്തായാലും മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ബോളിവുഡിൽ അങ്ങനെയല്ല കാര്യങ്ങൾ. കാരണം ഇതുപോലുള്ള സ്ഥലങ്ങളിൽ ഈ സിനിമ എത്തുന്നുണ്ട് എന്ന് ആളുകളെ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഭീകരമായ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കൊണ്ടുവരുന്നതിലൂടെ തന്നെ അവരിലും പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ബഹത്തായ പ്രശ്നവും കൂടെ നിലനിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹേർഡിലുകൾ എല്ലാം ഓരോന്നോരോന്നായി നിൽക്കുമ്പോൾ പോലും ഒരു സൈഡിൽ പോസിറ്റീവ് വാർത്തകളായി ഭീകരമായ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനീസ് എമ്പുരാന് വേണ്ടി കൈകോർക്കുമ്പോൾ മറുവശത്ത് പ്രേക്ഷകരിലേക്കും ഇതെങ്ങനെ എത്താൻ പറ്റും എന്നുള്ള ഞാനിന്മേൽ കളിയിൽ നിൽക്കുകയാണ് എമ്പുരാൻ എന്ന് ഒറ്റ വാക്കിൽ പറയാം.